ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം 2025 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ഓൾറെഡി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സ്കൂളുകൾസ്, അതായത് ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ 10th ഇല്ലാത്ത സ്കൂളുകൾക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരു എക്സാം എങ്ങനെയായിരിക്കും ആനുവൽ എക്സാമിൻ്റെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഭയങ്കരമായിട്ടും ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ എക്സാം എഴുതിയ കുട്ടികൾക്ക് നിങ്ങളുടെ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് സെക്ഷനിലേക്കും പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി കാണാം. ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് മുമ്പ് നമുക്ക് ജസ്റ്റ് ആ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. 50 minutes സ്കൂൾ ഓഫ് ടൈം ഈസ് ടു ബി അലോട്ടഡ് ഫോർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ടിവിറ്റീസ്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ നല്ല വൃത്തിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനും ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ടൈമാണ്. ദെൻ ആൻസർ എനി 6 ആക്ടിവിറ്റീസ് ഫ്രം ദ ഗിവൺ 8 ആക്ടിവിറ്റീസ്. 8 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടാവും, അതിലേതെങ്കിലും 6 മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ പക്ഷേ 8 ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ആൻസർ ഓൾ ദ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെലക്റ്റഡ് ആക്ടിവിറ്റീസ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അതെല്ലാം കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ആ ആക്ടിവിറ്റീൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആക്ടിവിറ്റി ഫസ്റ്റ് ഇതാ, ഒബ്സർവ് ദ ഗിവൺ പിക്ചേഴ്സ്. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ എബോവ് പിക്ചർ റെപ്രസെൻറ്റ് എ ട്രൈബൽ ഗ്രൂപ്പ്. ഇതിൽ ഏതാണ് ട്രൈബൽ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്ചർ? ഏതാണ്? ഓഫ് കോഴ്സ് പിക്ചർ ബി ആണ്. പിക്ചർ ബി ആണ് അല്ലേ. പിക്ചർ ബിയിൽ ട്രൈബൽസിനെ നമുക്ക് കാണാം. അപ്പോൾ അതാണ് ട്രൈബൽ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്ചർ. ദെൻ ബി ക്വസ്റ്റ്യൻ, വില്ലേജ് ലൈഫ് ഈസ് മോർ കംഫർട്ടബിൾ ദാൻ സിറ്റി ലൈഫ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ? അതായത് ഗ്രാമത്തിലുള്ള ജീവിതമാണ് സിറ്റി ലൈഫിനെ കഴിഞ്ഞും കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് പറയുന്നു. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആൻസർ പറയാനാണ്. നമുക്ക് 2 ആൻസർ വരാം. ഇപ്പം നമുക്ക് സിറ്റി ലൈഫ് ഇഷ്ടമുള്ളവരുണ്ടാവാം, എന്നാൽ വില്ലേജ് ലൈഫ് ഇഷ്ടമുള്ളവരുണ്ടാവാം. അപ്പോൾ 2 രീതിയിലും നമുക്ക് ആൻസർ എഴുതാം. ഇവിടെ ഞാൻ ഒരു ആൻസറാണ് എഴുതിയിരിക്കുന്നത്, അതായത് വില്ലേജ് ലൈഫാണ് നല്ലത് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. യെസ്, ബിക്കോസ് ഇൻ വില്ലേജ് ഇറ്റ് വിൽ ബി എ പീസ്ഫുൾ ലൈഫ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ വിൽ ബി ഗ്രേറ്റ്. അതായത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ വലുതായിരിക്കും, അതുപോലെ തന്നെ വളരെ സമാധാനപൂർണ്ണമായ ഒരു ലൈഫായിരിക്കും വില്ലേജിലുണ്ടാവുക. ഇനിയിപ്പോൾ സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ റീസൺ പറയാം? സിറ്റി ലൈഫ് വിൽ ബി മോർ സ്യൂട്ടബിൾ ബിക്കോസ് ദർ വിൽ ബി ദ അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾ, ഹോസ്പിറ്റൽ, സച്ച് അങ്ങനെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അഫോർഡബിൾ ആയിട്ടുള്ളത് സിറ്റി ലൈഫിലാണ്. വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാനുള്ള ആൻസറാണ്. സോ ദെൻ ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. റിസോഴ്സ് കൺസർവേഷൻ ഈസ് പോസിബിൾ വെൻ റിസോഴ്സസ് ആർ യൂസ്ഡ് ജുഡീഷ്യലി. അതായത് റിസോഴ്സ് കൺസർവേഷൻ നമുക്ക് നടക്കാമെന്ന് പറയുന്നത് അത് കൃത്യമായ രീതിയിൽ ആ സ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോഴാണ്. സോ A question, in the resources given below, find out the ones that get exhausted as they are used. അതായത് താഴെ തന്നിരിക്കുന്ന സ്രോതസ്സുകളിൽ ഉപയോഗിക്കും തോറും അത് കുറഞ്ഞു പോകുന്ന റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ മനസ്സിലാവും. കോൾ ആൻഡ് പെട്രോൾ. കോളും പെട്രോളിയമാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോവുക. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോസസ് ഓഫ് റിസോഴ്സ് ഡിപ്ലേഷൻ. റിസോഴ്സ് ഡിപ്ലേഷൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? കോൾ മാത്രമല്ല കേട്ടോ ആൻസർ, പെട്രോളിയം കൂടി വരും. എയിൻ്റെത് അത് എഴുതാൻ വിട്ടുപോയതാണ്. സോ ബീൻ്റെ ആൻസർ, ദ ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്രീസ്ഡ് വിത്ത് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഡെവലപ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ എക്സെട്ര. ഇതൊക്കെയാണ് എന്ത് റിസോഴ്സ് ഡിപ്ലീഷൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ. സോ സി ക്വസ്റ്റ്യൻ, സജസ്റ്റ് suitable ways to reduce resource depletion at home and school. സ്കൂളിലും വീട്ടിലുമൊക്കെ റിസോഴ്സ് ഡിപ്ലീഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഏതാണെന്നുള്ളതാണ്. ഇപ്പോൾ 1-2 മാർഗ്ഗങ്ങൾ എഴുതിയിട്ടുണ്ട്. യൂസ് ബയോഗ്യാസ് പ്ലാന്റ്, യൂസ് റെയിൻ ഹാർവസ്റ്റിംഗ് ടാങ്ക്, റെഡ്യൂസ് ദ യൂസ് ഓഫ് ലൈറ്റ്, യൂസ് ബൈസൈക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂവൽ വെഹിക്കിൾസ്, യൂസ് കോട്ടൺ ക്യാരി ബാഗ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്, then use non-conventional energy
non-conventional energy than instead of petroleum. ഓക്കെ, പെട്രോളിയത്തിന് പകരമായിട്ട് നോൺ കൺവെൻഷണൽ എനർജീസ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്തായി വരിക, ആൻസറായിട്ട് വരിക. സോ ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഒബ്സർവ് ദ ഗിവൻ കാർട്ടൂൺ. ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട്, ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. മോം, ദ ടീച്ചർ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പാരൻസ് ടു പ്രൊട്ടക്റ്റ് അസ് ചിൽഡ്രൻ. അമ്മേ ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, അത് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, കുട്ടികളുടെ പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം അമ്മ എന്താണ് പറയണത്, അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻഡ് യു ഷുഡ് പ്രൊട്ടക്റ്റ് അസ് ഇൻ അവർ ഓൾഡ് ഏജ്. അത് കറക്റ്റാണ്, പക്ഷെ എന്ത് ചെയ്യണം, നീ ഞങ്ങൾക്ക് പ്രായമാവുന്ന സമയത്ത് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നീയാണ്. സോ എ എന്താണ്, കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. ചിൽഡ്രൻസിൻ്റെ റൈറ്റ്സ് ഏതാണ്, ഡ്യൂട്ടീസ് ഏതാണെന്നുള്ള ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ്. നമുക്ക് നല്ല സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, കാരണം ദ സെയിം ടേബിൾ വി വിൽ ബി ഹാവ് ഇൻ ദ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ടേബിളാണ്. ഫ്രീഡം ഈസ് മൈ റൈറ്റ്, അതായത് ചിൽഡ്രൻസിൻ്റെ റൈറ്റ് ആണ് ഫ്രീഡം. ഷെയറിങ് മൈ ഫ്രീഡം വിത്ത് അതേഴ്സ് ഈസ് മൈ ഡ്യൂട്ടി, അതാണ് ഡ്യൂട്ടി. ദെൻ ആസ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഈസ് മൈ റൈറ്റ്. ടു പ്രൊട്ടക്റ്റ് മീ ഈസ് ദ ഡ്യൂട്ടി ഓഫ് മൈ പാരൻസ്. Care in old age is the right of parents. To give my parents due care in old age is my duty. Education and basic facilities for education is my right. To obey the rules of the school is my duty. In case of violation of my rights, I have the right to seek remedies. Service of the state and the society is my duty. ഏതൊക്കെയാണ് സ്റ്റുഡൻസിൻ്റെ റൈറ്റും ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കിട്ടേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആക്ടിവിറ്റി 4, എ ഗവൺമെൻറ് ഫോംഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ ഈസ് കോൾഡ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. എ, റൈറ്റ് ദ മെറിറ്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സ് ഏതാണ്? ഫസ്റ്റ് വൺ, റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. protects the freedom of individuals. Rulers as well as the people are subject to the same law. Rulers are indebted to the people. Then B question, which of the following countries is ruled by sultan? സുൽത്താൻ ഭരിക്കുന്ന കൺട്രി ഏതാണെന്നുള്ളതാണ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി, ബ്രൂണൈ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. 5, internal and external trade made great progress in Kerala during the medieval period. So complete the table. Table ഇങ്ങനെയാണ്. ഗുഡ്സ് ദാറ്റ് വർ എക്സ്ചേഞ്ച്ഡ് ഫ്രം അതർ ലാൻഡ്സ് ടു കേരള. അതർ ലാൻഡ്സിൽ നിന്ന് കേരളത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ഗുഡ്സ്. അതുപോലെ ഗുഡ്സ് ദാറ്റ് വി എക്സ്ചേഞ്ച്ഡ് ഫ്രം കേരള ടു അതർ ലാൻഡ്സ്. കേരളത്തിൽ നിന്ന് അതർ ലാൻഡ്സിലേക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ഗുഡ്സ് നമുക്ക് നോക്കാം. ഫ്രം അതർ ലാൻഡ്സ് ടു കേരള സിൽക്ക് ഉണ്ട്, ക്ലേ പോട്ട്സ്, ഫിഷിംഗ് നെറ്റ്. ആൻഡ് ഫ്രം കേരള ടു അതർ ലാൻഡ്സ് പെപ്പർ, ജിഞ്ചൽ, സാൻഡൽ, വുഡ്, അതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഇൻ മീഡിയവൽ കേരള? അനന്തപുരം, വളപട്ടണം, ശാസ്താംകോട്ട, പത്തലയാണി. ആൻസർ എന്താ വരിക? വളപട്ടണം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. സോ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ട്രേഡ് സിസ്റ്റം ദാറ്റ് പ്രിവെയിൽഡ് ഇൻ മെഡീവൽ കേരള. മെഡീവൽ കേരളയിൽ ഉണ്ടായിരുന്ന ട്രേഡ് സിസ്റ്റത്തെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് സി ക്വസ്റ്റ്യൻ. So, trade system. Maritime trade attained tremendous progress during the medieval period. The demand for exported goods increased. This resulted in the increase in the cultivation of such crops in rural areas. These goods were exchanged in the market. The development of markets helped in strengthening the local trade. So, these sentences are directly from the text book. Text book in the direct ഉള്ള സെൻറ്റൻസുകളാണ്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്താൻ വേണ്ടിയിട്ട് പറ്റും. സോ നെക്സ്റ്റ് ആക്ടിവിറ്റി, ദ ചൈനീസ് ആൻഡ് ദ അറബ്സ് മെയ്ഡ് significant contribution in the field of knowledge and arts during the medieval period. So, a question, who contributed to the construction of പാഗോഡസ്? പാഗോഡസിൻ്റെ കൺസ്ട്രക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്, ചൈനീസ്, അറബ്സ്, ഇറ്റാലിയൻസ്, സ്പാനിഡസ്. ആൻസർ എന്താ വരിക? ചൈനീസ് ആണ് ആൻസർ കേട്ടോ. സോ ബി ക്വസ്റ്റ്യൻ, വാട്ട് were the significant contributions made by Arabs in the field of science and literature? സയൻസിലും ലിറ്ററേച്ചറിലും അറബ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കൃത്യമായിട്ട് അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ദ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ അറബ്സ് വേർ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ.
Al-Razi and Ibn Sina were the scholars in the field of medical science. Kutub al-Hawi, written by Al-Razi, is a work on medical science. Al-Ganun is the work of Ibn Sina. Then Rubaiyat of Omar Khayyam and Shahnama, written by Fardasi, are the remarkable literary works of the period. The famous 1001 Nights, Arab Nights, is one another literary contribution of the Arabs. The Arabs acquired knowledge on science and technology that originated in ancient India. They propagated it in Europe. The concepts of zero and the decimal system are example of this. ഇതൊക്കെയാണ് മെയിനായിട്ട് അറബ്സ് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ അൽ റാസിൻ്റെയും കിതാബുൽ ഹവേൻ്റെയും ഇബ്സിന, അൽ ഹനൂൻ, ഒമഗയാം, റുബായിയാത്ത്, ഫിദദൗസി, ഷഹനാമ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടൊന്ന് സ്പെസിഫൈ ചെയ്ത് തന്നാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാം. ലാസ്റ്റ് സി ക്വസ്റ്റ്യൻ, നെയിം ദ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ദാറ്റ് ഇവോൾവ്ഡ് ഇൻ യൂറോപ്പ് ബൈ ദ 12th century CE. ഏത് ആണ് വരിക? അത് ഗോത്തിക് എന്നുള്ള സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ 7th ആക്ടിവിറ്റി വരുമ്പം പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ മൈൻഡ്സ്. സോ കംപ്ലീറ്റ് ദ വേർഡ് വെബ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഗനൈസേഷൻ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഓർഗനൈസേഷനും ക്യാപിറ്റലും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ് വരിക? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ നാലെണ്ണമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് വരിക. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ക്യാപിറ്റലിൻ്റെ നീഡ് എന്താണെന്നുള്ളതാണ്. സോ capital is essential for the production of a product and for providing the basic facilities for the same. Okay, then C question എന്ന് പറയുന്നത് നെയിം ദ റിവാർഡ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ റിവാർഡിന് പറയുന്ന പേര് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 8. ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ത്രൂ ഡിഫറെൻറ്റ് പീരീഡ്സ്. എ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മിഡീവൽ ഇന്ത്യൻ ഡൈനസ്റ്റി മെയ്ഡ് കോൺട്രിബ്യൂഷൻ ടു ടെമ്പിൾ ആർക്കിടെക്ചർ? സോ ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദം എന്നുള്ളതാണ്. അതായത് പലവാസ്, ചോളാസ്, പാണ്ഡ്യാസ് എല്ലാവരും വരുന്നുണ്ട്. ഓൾ ഓഫ് ദം എന്നുള്ളതാണ് ആൻസർ. സോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. പോയിന്റ്സ് ഉണ്ട്. ആർക്കേസ്, ഡമോസ് ആൻഡ് minarets were the notable features of this style. Figures of flowers and plants were carved for decorating buildings. Then mortar, red sandstones and marbles were used for construction. Spacious gardens were set on the building premises. These were the characteristics of Indo-Islamic style of architecture. സോ വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് എല്ലാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്